ഹലോ ഗൈസ്, ഞാനിപ്പം എനിക്ക് കുറച്ച് പേര് സർപ്രൈസ് തരാൻ പോകുന്ന ഒരു സർപ്രൈസിങ് വീഡിയോ എടുക്കാൻ പോവുക കേട്ടോ. ഒക്കെ മനസ്സിലായില്ലല്ലേ? നാളെ August 4 ആണ്. അപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന എൻ്റെ ഫ്രണ്ട് എപ്പോഴും എൻ്റെ കൂടെ കാണും. ചിലരൊക്കെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ആശ ചേച്ചി. അപ്പോൾ ഇന്നലെ തൊട്ട് ആശ ചേച്ചി ഇങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞൊളിഞ്ഞു പോവുകയാണ്. ഞാനിങ്ങനെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അറിയുന്നുണ്ട് അങ്ങനെ ഓരോന്നിങ്ങനെ പൊളിഞ്ഞു പോകുന്നു. പക്ഷെ ഞാനത് അറിയാത്ത മട്ടിൽ അങ്ങോട്ട് അത് ഇഗ്നോർ ചെയ്ത് വിടുക. അപ്പോൾ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്, കുറേ എന്തൊക്കെയോ കള്ളത്തരം പറയുന്നുണ്ട്. പിന്നെ ഞാനും അങ്ങോട്ട് ഒത്തിരി അറിയാത്ത പോലെ അങ്ങ് ഭാവിച്ചേച്ചു, പാവം കിടന്ന് കുറേ പാടുപെടുമല്ലേ. അപ്പോൾ പോയി നോക്കാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാം കേട്ടോ. ശരി എന്നാ, അപ്പോൾ പിന്നെ കാണാവേ. പറയൂ, എന്താണ് കുട്ടിയുടെ സർപ്രൈസ്? എന്തെങ്കിലും സർപ്രൈസ് ഒന്ന് പൊളിക്കൂ. ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്. ഇല്ല, താ എന്താന്ന് വെച്ചാ താ. ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഓ മൈ ഗോഡ്, ഇത് ജീവനുള്ളതാണോ? അല്ലേ, എന്നെ പറ്റിച്ചു. But I like next ലവ് ലെറ്റർ ആണോ? വിചാരിക്കാം. ഓക്കെ, കണ്ണുകൾ അങ്ങോട്ട് പോകുന്ന അപ്പൊ കേക്കില്ലേ, അവരുടെ അടുത്ത് പറഞ്ഞേക്കാണോ? ഞാനിങ്ങനെ ഓരോന്ന് പറയട്ടെ. അതിനകത്ത് വേറെ എന്തോ കൂടെ ഉണ്ടല്ലോ. ഇല്ല, അതെന്താ? എന്നാലും ചേച്ചിനെ പറ്റിച്ചല്ലോ. സാരമില്ല, അല്ല ഈ ചെടിക്ക് കടത്തിട്ടൊന്നും വേണ്ടി വരില്ല. ഫസ്റ്റ് ഞാന് നിങ്ങളുടെ സൗണ്ടാ കേട്ടത്, റെഗുലേഷൻ എടുത്ത് സൗണ്ടാ കേട്ടത്. അല്ലേ? അല്ല, പിന്നെ ആരുടെ സൗണ്ടാ കേട്ടെ? ഒരു സൗണ്ടാണ് അപ്പൊ ഞാൻ കേട്ടത്. അപ്പോൾ നമുക്ക് ലവ് ലെറ്റർ തുറന്ന് ആശ ചേച്ചിക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത്. എന്താ ആശ ചേച്ചിക്ക് എന്നെ പറ്റി പറയാനുള്ളതെന്ന് നോക്കാം. എതിരെ വായിക്കില്ല, അവരെ കൂടെ വായിക്കണമെന്ന് ഇതിനെ കൂടെ വായിക്കണം. ചേച്ചി വായിക്കും. അതേ വേർഡ്സ് കാണാതെ അറിയത്തില്ല. ഇതെന്റെ പ്രിയപ്പെട്ട ChatGPT എഴുതിയതാണോ അത് ആശിച്ച് എഴുതിയതാണോ? എന്നാ വായിക്കും. Sister from another mother, not by blood but by heart. Happy birthday for my wonderful forever sister. You are the best. ഈ കേക്കിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കരക്കിലെ ചേട്ടന്മാരുടെ വക ഗിഫ്റ്റ്. ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ. ആശ ചേച്ചി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന് അറിയായിരുന്നു, അതല്ലാണ്ട് അവരിങ്ങനെ ഒരു ഗിഫ്റ്റ് തരുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ വീഡിയോ പോലും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുമായിരുന്നു അവിടെ. അതിനേക്കാൾ രസം ആശ ചേച്ചി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ വേറെ ആൾക്കാരും ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പം എന്നേക്കാൾ കൂടുതൽ സർപ്രൈസ്ഡ് ആയത് ആശ ചേച്ചി ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ കരക്കിൽ ഇവരായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. വീക്കെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരക്കി പോവുക, കുറച്ച് നേരം അവിടെ പോയി റിലാക്സ് ചെയ്തിരിക്കുക, അതൊക്കെ നമ്മുടെ വീക്കെൻഡിലെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും നല്ല
പക്ഷെ ഞങ്ങൾ ഈ പോയ സമയം, അതായത് ഈ വീഡിയോ എടുക്കുന്ന സമയം അതിന് മുമ്പൊക്കെ കരക്കിലെ പീക്ക് ടൈമാണ്. അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അവിടെ, കുറേ കസ്റ്റമേഴ്സ് വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേണ്ടിയിട്ട് ടൈം അവർ സ്പെൻഡ് ചെയ്യാൻ കാണിച്ച അവർക്ക് താങ്ക് യു സോ മച്ച് ഡോ. എസ്പെഷ്യലി നമ്മുടെ രജലീഷേട്ടനാണെങ്കിൽ ആണ് കേക്കും പിന്നെ നമ്മുടെ ഗിഫ്റ്റും ഒക്കെ ഓടിപ്പോയി പെട്ടെന്ന് അറേഞ്ച് ചെയ്തതെന്ന് ആശയിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം കണ്ട് നമുക്ക് നല്ല പരിചയമാണ് അവരെയൊക്കെ. അപ്പോൾ അവരും എല്ലാവരും കരക്കിലുണ്ടായിരുന്ന കുറേ ആൾക്കാരൊക്കെ കൂടി കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് നല്ല രസമായിരുന്നു കേട്ടോ. ഒരു ഫംഗ്ഷൻ പോലെയൊക്കെ തോന്നി. ഞാനും ആശിച്ച് മാത്രമുള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറേ ആൾക്കാരൊക്കെ നല്ല രസമുണ്ട്, നല്ല വൈബായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, ആരുടെയും മുഖവും ഫേസും ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം, ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ വരും കേക്ക് കിട്ടിയാനായിട്ട് ഭയങ്കര ഇതാകും അങ്ങനെയൊന്നും ഞാൻ ഓർത്തില്ല. അപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാക്കിയില്ലായിരുന്നു. പക്ഷെ ആശിച്ചേച്ചി മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത്ര ഞാൻ ഓർത്തുള്ളൂ. നമ്മുടെ മൈൻഡിൽ അങ്ങനെയല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തോ ഇപ്പോൾ അവരാണെങ്കിലും എടുക്കുമ്പോൾ എൻ്റെ പിക്കല്ലേ എടുക്കുള്ളൂ. അപ്പോൾ ആ വീഡിയോസൊക്കെ അതെനിക്ക് ഭയങ്കര വിഷമം. അവരെല്ലാവരെയും ഒന്നും കണ്ടില്ല. എല്ലാവരുടെ ഫേസ് കാര്യങ്ങളൊക്കെ കവറായി പോവുക. ചില സ്ഥലത്ത് മാത്രം കറക്റ്റായിട്ട് ഫേസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളേ. അതെനിക്ക് വലിയൊരു വിഷമമായിട്ടോ. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി ഡേ ആയിരുന്നു. ഇതിനെക്കാട്ടി വിലപ്പെട്ടതൊന്നും എനിക്കില്ല. ഇതൊക്കെ ഇഷ്ടായോ? കുട്ടി ഗിഫ്റ്റ് എന്ന് ആദ്യം ആശിച്ച് പറ്റിച്ചെങ്കിലും ഇതായിരുന്നു കേട്ടോ ആശിച്ച് എന്ന ഗിഫ്റ്റ്. ഇത് ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു ഷൂ ആയിരുന്നു. പിന്നീട് മേടിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ പോകുമ്പോൾ മേടിക്കാമല്ലോ എന്ന് വെച്ച് മാറ്റി വെച്ചിരുന്ന ഒരു ഷൂ ആയിരുന്നു. പക്ഷേ ആശിച്ച് ഇത് മേടിച്ചപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡായിട്ടോ. നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടോ, അത് എക്സ്ട്രാ എടുത്ത് പറയണം. ഇപ്പൊ ഇടോ. പക്ഷെ ഇത് കറക്റ്റ് മുറിക്കേണ്ടി വരുമായിരിക്കും. നമുക്ക് ഇട്ട് നോക്കാം. അവരെ കാണിക്കാൻ പറ്റേ പൊളിട്ടാ. എടാ ആ ചേട്ടൻ ഒന്ന് വിളിക്കണം. ആ ചേട്ടൻ ഇടാ നോക്കട്ടെ. ഓ നൈസ്, പൊളി. ഐഷ് ഡ്രസ്സിന് മാച്ച്. ആ സാറല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വേണ്ടിയിരുന്നില്ല, ഒന്നും വേണ്ടിയിരുന്നില്ല. കേൾക്കാൻ വയ്യ, വേണ്ടിയിരുന്നില്ല. ഏത് ചാത്തൻ എവിടെ നിന്ന് സംസാരിക്കുന്ന പോലുണ്ട്. How is your lovely birthday when comparing to last year? ഓരോ വർഷം ചെല്ലും തോറും എൻ്റെ ഫ്രണ്ട്സ് പ്രായം കൂടി വരികയാണല്ലേ. അതിനിവിടെ പ്രസക്തിയില്ല. എൻ്റെ ഫ്രണ്ട്സ് സർക്കിള് വലുതായിക്കൊണ്ടിരിക്കുന്നു. കുറേ നല്ല നല്ല മനുഷ്യർ എൻ്റെ ബർത്ത്ഡേ അവർ ഓർഡർ വെച്ച് ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, എഫേർട്ട് എടുക്കുന്നു. താങ്ക് യു സോ മച്ച്. അയ്യോ ഞാൻ എന്തോ പോലെ ആൾക്കാരെല്ലാവരും കിട്ടുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഐഷു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തിയപ്പം എൻ്റെ ഫ്ലാറ്റ്മേറ്റ്സിൻ്റെ വക അടുത്ത സർപ്രൈസ്. Happy birthday to you. Thank you so much.
Happy birthday to you. Happy birthday to you. Happy birthday to you, dear Aishu. Happy birthday to you. God bless you. God bless you. Happy birthday to you. കേക്ക് കട്ടിങ് കഴിഞ്ഞ് പതിവ് പോലെ കുറേ ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുത്തു കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ സമാപ്ത ഹോ ഗയ എന്ന് പറയാറായിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം ഡോക്ടർ ഹെനിയുടെ ബർത്ത്ഡേ സോങ് ഇല്ലാണ്ട് ഞങ്ങൾ KCC-കാരുടെ ബർത്ത്ഡേ എങ്ങനെ കംപ്ലീറ്റ് ആവണേ? Happy birthday to you. Birthday to you. Birthday to you. Happy birthday, happy birthday. Happy birthday. ഈ ഗാനത്തോടു കൂടി ബർത്ത്ഡേ സെലിബ്രേഷൻ സമാപ്ത ഹോ ഗയ എന്ന് പറയാറായിട്ടില്ല. വേണ്ട വരുന്നു അടുത്ത സർപ്രൈസ്. ഇത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇത്ര നാളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ആരുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല അവിടെ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അവർ ഇത്രയും ഇതായിട്ട് ആഘോഷിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്താളിച്ച് നിൽക്കുമായിരുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ അടിപൊളി കേക്ക് അരഞ്ചം പുരഞ്ചം കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ ഈ കേക്കോട് കൂടി ശരിക്കും ഈ വർഷത്തെ ബർത്ത്ഡേ സമാപ്ത ഹോ ഗയ എന്ന് വെച്ചാൽ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ തീർന്നു. ഇനിയൊന്നുമില്ല, ഇനിയെല്ലാം അടുത്ത വർഷം. അപ്പം അടുത്ത വർഷം കാണാം. അല്ല, ഈ വർഷം തന്നെ നമുക്ക് കാണണം. സബ്സ്ക്രൈബ് ചെയ്യണേ.